ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മുടെ ദൈവത്തിന്റെ പോരാളികൾ എല്ലാ IPL-ലും കളി തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഒരു 2-3 കളി തോറ്റിട്ട് അവസാനം ഇട്ട് ഒഴികടന്ന് ജയിക്കും. ഈ വട്ടം KKR ഫസ്റ്റ് കളി ജയിച്ചുകൊണ്ട് തുടങ്ങി, പിന്നെ ബാക്കിയുള്ള 3 കളിയും തോറ്റു എന്നുള്ളതാണ്. DC-യുമായിട്ട് തോറ്റു, രാജസ്ഥാൻ റോയൽസുമായിട്ട് തോറ്റു, അതാണ്ട് ഇപ്പോൾ RCB-യുമായിട്ടും തോറ്റു. 18 റണ്ണിന് RCB ജയിച്ചു. ഹൈ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. 240 റണ്ണ് RCB അടിച്ചു. 222 റൺസ് വരെ ചേസ് ചെയ്ത് വന്നു എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. കളി തോറ്റതിന് ശേഷമാണ് അടിച്ചു കുറച്ച് റൺസ് കയറ്റിയത്. അത് വേറെ കാര്യം. റൂദർഫോർഡിൽ നിന്ന് അടിച്ചതിന്റെ പേരിൽ 18 റണ്ണിന്റെ മാർജിനിലെ തോറ്റോളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 4 കളിയായിട്ട് ബുംറയ്ക്ക് ഇതുവരെ ഒരു വിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. 4 കളിയായിട്ട് KKR-ആയിട്ട് കളിച്ചു, 4 ഓവർ 35 റൺസ് 0 വിക്കറ്റ്. DC-യുമായിട്ട് കളിച്ചു, 4 ഓവർ 21 റണ്ണ് 0 വിക്കറ്റ്. അത് പിന്നെ എക്കണോമിക്കൽ ബൗളിംഗ് ആയിരുന്നു. രാജസ്ഥാൻ റോയൽസുമായിട്ട് കളിച്ചു, 3 ഓവർ 32 റണ്ണ്. അത് 3 ഓവർ എറിയാൻ പറ്റത്തുള്ളായിരുന്നു. മൊത്തം 11 ഓവറിന്റെ കളിയാണല്ലോ. സൂര്യവംശി എടുത്തിട്ട് അടിച്ച കളി ഓർമ്മയില്ലയോ ആ കളി? ഇന്നും നാണ്ട RCB-ആയിട്ട് കളിച്ചു, 4 ഓവർ 35-ന് 0 വിക്കറ്റ്. 35 റണ്ണിന് മേലെ ഒരു കളിയിലും ബുംറ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. ഈ വട്ടത്തെ IPL ബോളേഴ്സിന്റെ ചാക്കാലയാണ്. എല്ലാ കളിയിലും മിനിമം 200 റണ്ണാണ് പാർ സ്കോർ. എവിടെ വെച്ച് കളിച്ചാൽ വല്ലപ്പോഴും അങ്ങാണ് ഏതെങ്കിലും കളി 160-ഓ 150-ഓ അങ്ങാണം പോതെങ്കിലേ ഉള്ളൂ. ബാക്കി എല്ലാ കളിയിലും മിനിമം 200 210 സിമ്പിൾ ആയിട്ട് ചേസ് ചെയ്ത് ജയിക്കും. ആ രീതിയാണ്. ഇപ്പൊ 4 കളിയായിട്ട് ബുംറയ്ക്ക് വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ബുംറ എക്കണോമിക്കലായിട്ടാണ് ബോളിംഗ് ചെയ്യുന്നതെങ്കിൽ പോലും ആ വിക്കറ്റ് കിട്ടാത്തത് അത് വലിയൊരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബുംറയുടെ ഒരു സ്പെഷ്യാലിറ്റി അറിയാലോ, ഒരു ക്രൂഷ്യലായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് പുള്ളി. അപ്പം വിക്കറ്റ് വീഴാൻ വരുമ്പോഴത്തേക്ക് ആ ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. 1-2 വിക്കറ്റ് ഒക്കെ ഇടത്തോളെങ്കിൽ പോലും ആ ഇടുന്ന വിക്കറ്റ് ഒരു 1.5 വിക്കറ്റാ, മാച്ച് വിന്നിങ് വിക്കറ്റ് ഒക്കെയാണ് പുള്ളി ഇടുന്നത്. ആ ഒരു സാധനം മുംബൈ ഇന്ത്യൻസിനെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. ഇന്നത്തെ മാച്ചിൽ RCB ഇറങ്ങിയത് കുറച്ചധികം മാറ്റങ്ങളുമായിട്ടാണ്. എന്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്കാണെങ്കിൽ മനസ്സിലാവും, കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇന്നത്തെ മാച്ചിനകത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാലിസിസ് കറക്റ്റ് രീതിയിലാണല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഒന്ന്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അഭിനന്ദൻ സിംഗിന് പകരം റാഷിഖ് സലാമിനെ എന്തുകൊണ്ട് ഇറക്കിക്കൂടാ. റാഷിഖ് സലാം അഭിനന്ദൻ സിംഗിനെക്കാളും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് റാഷിഖ് കിടിലമായിട്ട് ബോൾ ചെയ്തു. പുള്ളിക്കാരൻ ഇഞ്ചേർഡ് ആയിട്ട് പുറത്തു പോയെങ്കിൽ പോലും 2.5 ഓവേഴ്സിൽ 23 റൺസ് മാത്രം വഴങ്ങിയിട്ട് ഒരു വിക്കറ്റ് എടുത്തു. നമൻതീറിന്റെ വിക്കറ്റാണ് പുള്ളിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ സുയാഷിനെ മെയിൻ ടീമിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സുയാഷിനെ സബ്ബായിട്ട് ഇറക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് അത് സംഭവിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ്, അങ്ങനെ നിങ്ങൾ എന്നെ ട്രോളാൻ നിൽക്കരുത്. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് അതുപോലെ നടന്നു എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളി സുയാഷിനെ സബ്ബായിട്ട് ഇറക്കാൻ വെച്ചതിന്റെ പേരിൽ ബാറ്റിംഗ് തകർന്ന സമയത്ത് വെങ്കടേഷ് അയ്യറിനെ ഇറക്കേണ്ടി വന്നു. സുയാഷിനെ കളിപ്പിക്കാൻ പറ്റിയില്ല പ്ലേയിങ് 11-ൽ. ഒരുപക്ഷെ കഴിഞ്ഞ കളിയിൽ സുയാഷിനെ മെയിൻ ടീമിൽ ഇട്ടിട്ട് ഈ അഭിനന്ദൻ സിംഗിനെ സബ്ബായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ സുയാഷിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കാൻ പറ്റിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സുയാഷിനെ ഇന്ന് മെയിൻ ടീമിൽ ഇറക്കി. അതുപോലെ തന്നെ ഹെയ്സൽവുഡിന് പകരം ഡഫിയാണ് നല്ലതെന്ന് കഴിഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവന്മാര് ഹെയ്സൽവുഡിനെ മാറ്റിയിട്ട് ഡഫി ഇറക്കി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കണക്കാണ് എന്ന് ഡഫി തെളിയിച്ചു തന്നു എന്നുള്ളതാണ്. 4 ഓവർ 58 റണ്ണ് ഡഫി ഇന്ന് അടിച്ച് മേടിച്ച് കൂട്ടിയത്. 4 ഓവർ 58 റൺ, ഒരു വിക്കറ്റ് ഒക്കെ ഇട്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞിരിക്കുന്ന വ്യക്തി ഡഫിയാണ്. 24 ബോൾ എറിഞ്ഞതിനകത്ത് 10 ഡോട്ട് ബോൾ ആണ് എറിഞ്ഞേക്കുന്നത്. ബാക്കി 14 ബോളിൽ നിന്നാണ് ഇവനെ 58 റൺ അടിച്ചേക്കുന്നത്. 6 4 മാത്രം. ഒന്ന് ആലോചിച്ച് നോക്ക്, 4 ഓവറിൽ 58 റൺ അടിച്ചതിനകത്ത് 10 ഡോട്ട് ബോൾ. മിടുക്കനാ. മിക്കവാറും അടുത്ത കളിയാകുമ്പോഴത്തേക്ക് ഡഫിയെ തട്ടി ഹേസൽവുഡിനെ കൊണ്ടുവരും. ഹേസൽവുഡിനും വന്ന് അടിപിടിച്ച് കൂട്ടുമ്പോഴത്തേക്ക് എന്തോ ഇതിപ്പോ മാറ്റിയും തിരിച്ചും കളിച്ചോണ്ടിരിക്കും. ഉമ്മ രണ്ടുപേരും ഒരു കോയിന്റെ 2 വശങ്ങളാണെന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്ക് ഏതാണ്ട് ഒരുപോലത്തെ ഹൈറ്റ് ആണ്. ബോൾ റിലീസിംഗ് പോയിന്റും ഏതാണ്ട് സെയിം ഹൈറ്റിൽ നിന്നാണ്. കഴിഞ്ഞ കളി ഈ കളിയും കൂടെ ഒക്കെ നോക്കുവാണെങ്കിൽ ഏതാണ്ട് അടിമേടിച്ച് കൂട്ടുന്നത് ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഒരു അമ്മ പറ്റ അളിയന്മാര് തന്നെ. അതിന്റെ ഇത്രയും മാറ്റങ്ങളും കൊണ്ടാണ് RCB ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. ഈ ഡഫിയുടെ മാറ്റം ഒഴിച്ച് ബാക്കി 2 മാറ്റവും നല്ല രീതിയിൽ ബലം കണ്ടു എന്നുള്ളതാണ്. ആദ്യം ബാറ്റിംഗിൽ ഇറങ്ങിയ RCB അടിപൊളി കിണ്ണം കളി. സാൾട്ട് നിന്ന് മരകടി. പുള്ളി നിന്ന് 36 ബോളിൽ 78 റണ്ണ്, 6 6ഉം 6 4ഉം. കൂടെ കോഹ്ലി അണ്ണനും നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കോഹ്ലി അണ്ണൻ ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. പുള്ളിക്ക് വയ്യാരെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ചൂടത്തൊന്നും കളിക്കാൻ വലിയ പാടാണ് കളിക്കാർക്ക്. കഴിഞ്ഞ കളിയിൽ മറ്റേ ആയുഷ് മാത്രയൊക്കെ റിട്ടയർഡ് ഔട്ടാക്കി കളഞ്ഞത് തന്നെ ഈ ഒരു ചൂടത്ത് നിന്ന് കളിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആവുന്നുണ്ട് കളിക്കാർ. അതുകൊണ്ടാണ് കഴിഞ്ഞ കളിയിൽ ആയുഷ് മാത്രം CSK വിളിച്ചിട്ട് ദൂബെ പറഞ്ഞു വിട്ടത്. കാര്യം ദൂബെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണല്ലോ, കുറച്ച് എനർജി ഒക്കെ ഉണ്ടല്ലോ അടിക്കട്ടെന്ന്. ഇന്നലെ കളി കഴിഞ്ഞ് സെഞ്ചുറി അടിച്ച് വന്നപ്പോഴേ സഞ്ജുവിന്റെ കോലം നിങ്ങൾ കണ്ടില്ലയോ? വിയർത്ത് കുളിച്ച് ഒരു സോപ്പ് കൊടുത്ത് അവിടെ നിന്ന് കുളിക്കും, അത്രയും വിയർപ്പുണ്ട്. മേ ബി കോഹ്ലിക്കൊന്നും വയ്യാരെന്ന് തോന്നുന്നു. കോഹ്ലി ഫീൽഡിംഗ് ഇറങ്ങിയില്ല, പുള്ളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 38 വാളയിൽ നിന്ന് 50 റണ്ണാണ് കോഹ്ലി എടുത്തത്. 131
സ്ട്രൈക്ക് റേറ്റ്. കുറച്ച് ഇഴച്ചിലായിരുന്നു ഉള്ള കാര്യം പറയാലോ. കോഹ്ലിയുടെ ഇന്നത്തെ ബാറ്റിംഗ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഔട്ടായി പോയായിരുന്നെങ്കിൽ ബാക്കി പിള്ളേർ ഒന്ന് ഇറങ്ങി അടിച്ചേനെന്ന് ഞാൻ വിചാരിച്ചു. 216 സ്ട്രൈക്ക് റേറ്റ് ഇരിക്കുന്നതിന്റെ കൂടെയാണ് 134 സ്ട്രൈക്ക് റേറ്റിൽ കോഹ്ലി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഹ്ലി ആക്ച്വലി ഈ ലാസ്റ്റ് 2 ഇയേഴ്സ് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഈ കളി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. RCBയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സംഭവം എന്താണെന്ന് അറിയോ? അവന്മാരുടെ ക്യാപ്റ്റനാണ് പട്ടീദാർ, രജത് പട്ടീദാർ. യവൻ എന്തുവാടേ വന്നെണ്ണം തൊട്ടടി, അടിയോടടി. മറ്റേ മാർക്കണ്ടേ 3 6 പട്ടയെന്ന് പൊട്ടിച്ച്. ഇവന്റെ അടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 12 ബോളെ 50 അടിക്കുമെന്ന് വിചാരിച്ചതേ. 12 ബോളെ 50 അടിക്കുമെന്ന് വിചാരിച്ച്. കാര്യം ആ രീതിയിൽ ആദ്യത്തെ 11 ബോളിൽ 46 റൺ അവൻ അടിച്ചു കൂട്ടി. മൊത്തം 20 ബോളെ നിന്നോളൂ, 20 ബോളിൽ 53 റൺ അടിച്ച്. പക്ഷെ ആദ്യത്തെ 11 ബോളേന്നാണ് 44 റൺ അടിച്ചത്. ഞാൻ ഒരു 6 അടിച്ച് 12 ബോളെ 50 ആക്കുമെന്ന് വിചാരിച്ചതാ. ആദ്യത്തെ 8 ബോളിൽ 6 ബൗണ്ടറി, 4 6 2 4 വെച്ചിട്ട് കിടിലൻ ബാറ്റിംഗ്. മൊത്തം 4 4 5 6. എവന്റെ ബാറ്റിംഗ് ആണ് ആ ഒരു സ്കോറിലോട്ട് RCBയെ എത്തിച്ചത്. പുള്ളിയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ 240 250 ഒന്നും അല്ല, ഒരു 270 280 ഒക്കെ പോകുമെന്ന് വിചാരിച്ചു. അമ്മാതിരി അടിയായിരുന്നു. പക്ഷെ 15 16 17 ഈ ഒരു 3 ഓവറിൽ മുംബൈ തിരിച്ചു പിടിച്ചെന്നുള്ളതാണ്. ഈ 12 13 14 ഓവർ യവൻ വന്ന് തൂക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞുള്ള ഒരു 3 ഓവറിൽ ബുംറ, സാറ്റ്നർ, ഹാർദിക് പാണ്ഡ്യ ഇവർ 3 പേരുടെ നിന്ന് ഒരു 18 റണ്ണേ കൊടുത്തോളൂ. അത് തിരിച്ചു പിടിച്ച്. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ 3 ഓവറിൽ അടി മേടിച്ച്. എന്നാലും വലിയ അടി അങ്ങോട്ടൊന്നും പോയില്ല. അവന്മാർ നേരത്തെ അടിച്ചടി ഇത്രയും അടിയൊന്നും പോയില്ല. അടുത്ത കളി ജിതേഷ് ശർമ്മയെ മാറ്റിയിട്ട് ഈ വെങ്കടേഷ് അയ്യറിന് ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി അതൊരു നല്ല ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. കാര്യം ജിതേഷ് കളിക്കുന്നില്ല. 8 ബോളെ 10 റണ്ണാണ് ഇന്ന് എടുത്തത്. ചാവേറായിട്ടാണ് ഇറക്കി വിടുന്നതെങ്കിലും എന്തെങ്കിലും ഒന്ന് കളിക്കണ്ടേ. ബുംറ ഒരു 4 അടിച്ച് ഫസ്റ്റ് ബോളെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം തുഴയിലായിരുന്നു. അപ്പം പറഞ്ഞു വന്നത് പട്ടീദാറിന്റെ ലാസ്റ്റത്തെ 4 ഇന്നിങ്സ് എടുത്ത് നോക്കണം. ഇവരൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് ഡിസർവിംഗ് ആണ്. ഇനി എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യോടെ ഇന്ത്യൻ ടീമിൽ? ഒന്നത്തെ 11 വരെ കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി എത്ര ഈ സൂര്യവംശിയെ എവിടെ കളിപ്പിക്കും, പട്ടീദാറിനെ എവിടെ കളിപ്പിക്കും, ശ്രേയസേറിനെ എവിടെ കളിക്കും? ഇവരൊക്കെ മാരക ഫോം. കപ്പടിച്ച് ഇന്ത്യൻ ടീമിൽ എല്ലാവരും ബ്ലൂം ചിക്ക ബ്ലാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 4 കളി കളിച്ച് ബുംറയ്ക്ക് ഇതൊരു വിക്കറ്റ് പോലും ഈ IPL ബുംറയ്ക്ക് നേടാൻ പറ്റിയിട്ടില്ല. പട്ടീദാറിന്റെ ലാസ്റ്റ് മാച്ച് SRHനെതിരെ 12 ബോളെ 31 റണ്ണ്, CSKക്കെതിരെ 19 ബോളെ 48 റണ്ണ്, രാജസ്ഥാൻ റോയൽസിനെതിരെ 40 ബോളെ 63 റണ്ണ്. ആ കളി മാത്രം ഒന്ന് സ്ലോ ആയത്. കാര്യം വെച്ചാൽ ഈ വിക്കറ്റ് തുരുകാന്ന് പോയ സമയത്ത് ആദ്യത്തെ ഒരു 20 ബോളെ പുള്ളി 18 റണ്ണ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 20 ബോളെന്നാണ് ബാക്കി ഒരു 45 റൺ അടിച്ച് കയറ്റിയത്. ഇന്നും അടിച്ച് 20 ബോളെ 53 റണ്ണ്. പുള്ളി RCBയുടെ മുതൽക്കൂട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. സിസോഡി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അവന് പകരമായിട്ടാണ് ഈ രജത് പട്ടീദാർ RCBയിലോട്ട് വരുന്നത് റീപ്ലേസ്മെന്റ് ആയിട്ട്. അങ്ങനെ ക്യാപ്റ്റനായിട്ട് RCBക്ക് ഫസ്റ്റ് കപ്പടിപ്പിച്ച് കൊടുത്ത വ്യക്തിയാണ് പട്ടീദാർ. കൊള്ളാം, പൊളിയാ. അടി എന്നൊക്കെ പറഞ്ഞ ഒരു കിൻഡൽ അടിയാ. ഈ സെൽഫ്ലെസ് ആയിട്ട് കളിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിനകത്ത് പെടുത്താൻ പറ്റുന്ന ഒരുത്തനാ പട്ടീദാർ. പിന്നെ ബുംറയുടെ കാര്യം പറയാനാണെങ്കിൽ ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടിയില്ലെങ്കിലും അടി അങ്ങനെ അധികം മേടിച്ച് കൂട്ടാറില്ലല്ലോ. പറയാമല്ലോ, പുള്ളിയുടെ ബോളിങ് ആ രീതിയിലാണല്ലോ. ഇന്നത്തെ 4 ഓവർ 35 റണ്ണങ്ങാണ്ടേ എടുത്തോളൂ 240 അടിച്ച കളിയിൽ. അത് കഴിഞ്ഞിട്ട് ഹാർദിക് അത്യാവശ്യം ബോൾ ചെയ്തിട്ടുണ്ട് 4 ഓവറിൽ 39. പക്ഷെ ബാക്കിയുള്ള എല്ലാവന്മാർക്ക് ചാക്കാലയായിരുന്നു. അയ്യോ, ചാക്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലം തൊടാതെ ഇട്ട് അടിക്കുമായിരുന്നു അവന്മാർ എല്ലാത്തിനെയും കൂടെ പിറക്കിയിട്ട്. ബോൾട്ടിനെയൊക്കെ 3 ഓവർ 40 റണ്ണ്. ലാസ്റ്റത്തെ ഓവറിലൊക്കെയാണോ പിന്നെ ഒന്ന് പിടിച്ചു വെച്ചത്. ലാസ്റ്റത്തെ ഓവറിൽ നല്ല രീതിയിൽ 5 ബോൾ ഇട്ട് ഏറ്റവും അവസാനത്തെ ബോളിൽ അവൻ തൂക്കി ഡേവിഡ് 6 അടിച്ച്. മുംബൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് മുംബൈയുടെ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടാണ് മുംബൈക്ക് കിട്ടിയത്. ആ പവർ പ്ലേയിൽ 10 റണ്ണും അടിച്ചു കയറ്റി. അതിനുശേഷമാണ് രോഹിത് ശർമ്മയ്ക്ക് വയ്യാതെ റിട്ടയർഡ് ഹെട്ടായിട്ട് പോകുന്നത്. രോഹിത്തിനും കോഹ്ലിക്കും ഒന്നും വയ്യായിരുന്നു. റോക്കോകൾ ഇഞ്ചേർഡ് ആയി മാറി എന്നുള്ളതാണ്. ഒരു ആദ്യത്തെ ഇവരുടെ ബാറ്റിങ്ങിന്റെ ആ ഒരു ഫ്ലോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇവന്മാർ ജയിക്കുമെന്ന് വിചാരിച്ചു. ആ രീതിയിലൊക്കെ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ അടിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ചെറുക്കൻ വന്നിട്ട് 2 വിക്കറ്റ് ഒരു ഓവറിലേക്ക് തൂക്കി. സുയാ ശർമ്മ റിക്കിൾട്ടണിനെയും തിലക് വർമ്മയെ അങ്ങ് എറിഞ്ഞങ്ങിട്ട്. അത് കഴിഞ്ഞിട്ട് ഹാർദിക് ഒന്ന് പൊരുതി നോക്കി 22 ബോളെ 40 റണ്ണ്. പക്ഷെ നടന്നില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാറിനും വയ്യ. 6 ഒന്നും അടിച്ചില്ല, 5 4 മാത്രം കണ്ടാണ് അടിച്ചത്. 30 റൺ അടിച്ചു. പക്ഷെ ഈ സ്കോറിന് അനുസരിച്ചുള്ള അടിയൊന്നും പുള്ളി അടിച്ചില്ല. പിന്നെ ഇന്ന് കളിച്ചത് റൂദർഫോർഡ് എന്തുവാ 31 ആളെ 71 റണ്ണ്. അല്ല, ഒന്നാം തരം അടി അടിച്ചത്. 1 4 9 6. പക്ഷെ അടിച്ചത് കളി കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് പുള്ളി അടിച്ചത്. അപ്പോഴേ തോൽവി ഉറപ്പിച്ച്, ഏതാണ്ടൊക്കെ തോൽവി ഉറച്ചു നിന്ന സമയത്താണ് അവസാനത്തെ പുള്ളിയുടെ അടി കാരണമാണ് 18 റണ്ണിന്റെ ജയം എന്നുള്ള രീതിയിലോട്ട് വന്നത്. അല്ലെങ്കിൽ ഒരു 10-40 റണ്ണിന്റെ ജയം വന്നേനെ. റൂദർഫോർഡിന് പിന്നെ ഒരു ഭാഗ്യമുണ്ട്. മറ്റേ റാഷിക് എന്ന് പറയുന്ന പയ്യൻ 2.5 ഓവറിൽ എറിഞ്ഞിട്ട് അവന് കാല് വയ്യ. അവൻ ആ ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ എടുത്ത് ആ ചെറുക്കൻ ഓവർ 5 ബോൾ എറിയാൻ വേണ്ടിയിട്ട് 3 വട്ടമാണ് ആ ഒരു ഓവർ എറിയുന്നതിനിടെ ഫിസിയോ വന്നിട്ട് ആ ചെറുക്കന്റെ കാല് നോക്കിയത്. എന്നിട്ട് ഏറ്റവും അവസാനവും ഒരു ബോൾ സ്പെയർ നിർത്തി അവൻ മടങ്ങിപ്പോയി. ആ ഒരു ബോൾ വന്ന് നമ്മുടെ റൊമാരിയോ അണ്ണനാണ് എറിയുന്നത്. റൊമാരിയോ എറിഞ്ഞ് റൂദർഫോർഡ് അടിച്ചു പൊക്കി. അവൻ തന്നെ ഓടിപ്പോയി കഷ്ടപ്പെട്ട് അടിപൊളി ഒരു ക്യാച്ചും എടുത്ത് എല്ലാവരും വന്ന് ആഹ്ലാദിക്കുന്നു, റൊമാരിയോയെ കെട്ടിപ്പിടിക്കുന്നു. റൊമാരിയോയുടെ മുഖത്തെ ക്യൂട്ട് ചിരിയേക്കുന്നത് കാണുന്ന ആ സമയത്ത് സന്തോഷിച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് കുണുകുണാന്ന് മറ്റേ ഫ്രീ ഹിറ്റിന്റെ സൗണ്ട് കേൾക്കുന്നത്.
ഇതുപോലൊരു സാഡ് മൊമെന്റ് വേറെ ഇല്ല. കഷ്ടപ്പെട്ട് ഓടി വന്നെടുത്ത ക്യാച്ച് ഫസ്റ്റ് ബോളെ വിക്കറ്റായി കിട്ടിയതാണ്. അപ്പൊ അവന്റെ നോ ബോൾ എറിഞ്ഞ് അങ്ങനെ റൂദർഫോർഡിന് ഒരു അവസരം കൂടെ കിട്ടുകയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ഓവർ എറിയാൻ വന്ന റൊമാരിയോയെ നിലത്ത് നിർത്തിയില്ല. ആ ലാസ്റ്റ് ഓവറിൽ 4 6 ആണ് റൊമാരിയോയെ തൂക്കിയത്. മൊത്തം 7 ബോളെ റൊമാരിയോ ബോൾ ചെയ്തോളൂ, 28 റൺ അടിച്ചിട്ടുണ്ട്, അല്ല എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അടുത്ത കളി റൊമാരിയോയ്ക്ക് പകരം വേണമെങ്കിൽ നമ്മുടെ ജേക്കബ് ബദലിനെ ഒന്ന് ട്രൈ ചെയ്യാം. കാര്യം റൊമാരിയോ ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് പുള്ളിക്ക് ഒരു മുൻതൂക്കം ഉള്ളത്. മാത്രമല്ല പവർ ഹിറ്ററാ. ജേക്കബ് ബദലും ബൗളറാണ്, ഓൾറൗണ്ടറാണ്, സ്പിൻ ബൗളറാണ്. ഇവനും അടി കിട്ടും. റൊമാരിയോയ്ക്ക് പിന്നെ അടിയാണ്. അവന്റെ എക്കണോമി അങ്ങോട്ട് 12 കണ്ടാന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ആരെ ഇട്ടാലും കണക്കാ. വേണമെങ്കിൽ ഇവന് പകരം ആ ബദലിനെ ഒന്ന് ട്രൈ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്തോ ഇട്ടേക്കുന്ന കണ്ട്, വെയിറ്റിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈഡായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ്. ആ ചെറുക്കൻ്റെ അവസരം കൂടെ, അവൻ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു തന്നെയല്ലേ. അവനൊക്കെ ടോപ്പ് പ്ലെയർ ആണ്. വേറെ ഏതെങ്കിലും ടീമിലായിരുന്നെങ്കിൽ പ്ലേയിങ്ങിന് വേണ്ടി മസ്റ്റായിട്ട് കാണേണ്ട ഒരുത്തനാ. ഈ ടീമിന് സ്ഥലമില്ല, അതുകൊണ്ടാണ് കളിപ്പിക്കാൻ പറ്റാത്തത്. എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ അവനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അവനൊരു അവസരം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് വേറെ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഹാർദിക് കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹാൻഡ് ഗ്ലൗ മാറിയിട്ടുണ്ടായിരുന്നു ബാറ്റിംഗ് ചെയ്യുന്നതിന്റെ. കഴിഞ്ഞ കളി സ്റ്റബ്സ് ഈ ഹാൻഡ് ഗ്ലൗ മാറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം 4th അമ്പയർ സമ്മതിച്ചില്ല. അതിനെ ചൊല്ലി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ നിതീഷ് റാണയൊക്കെ കയറി ഉടക്കി. അങ്ങനെ നിതീഷ് റാണയ്ക്ക് എന്തോ 25% മാച്ച് ഫീയുടെ ഒക്കെ ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബോളെ സ്റ്റബ്സ് ഔട്ടായി പോയി. അവന്റെ ദേഷ്യം ഹെൽമെറ്റ് ഒക്കെ എടുത്തെറിയാൻ നമ്മൾ കണ്ടതാണ്. ആ ഒരു സംഭവം ഉണ്ടായിട്ടായിരിക്കണം ഇന്ന് അമ്പയർ സമ്മതിച്ചു ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഗ്ലൗസ് മാറാൻ വേണ്ടിയിട്ട്. അത് പിന്നെ സമ്മതിച്ചു കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ നിന്നാണ് കളിക്കുന്നത്. ആൾക്കാർ വിയർക്കുകയാണ്, കൈയൊക്കെ വിയർക്കുകയാണ്. അപ്പൊ പിന്നെ മറ്റേത് വിയർക്കുമ്പോഴത്തേക്കും മാറി കൊടുക്കണം, അത് സമ്മതിക്കണം. അത് സമ്മതിക്കാതിരിക്കരുത്. കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. പിന്നെ ഇന്നത്തെ ഏറ്റവും എക്കണോമിക്കൽ ബൗളർ നമ്മുടെ കൃണാൽ പാണ്ഡ്യ, ഫാസ്റ്റ് ബൗളർ കൃണാൽ പാണ്ഡ്യ 4 ഓവർ ചെയ്ത് 26 റണ്ണിന് 1 വിക്കറ്റ്. ഇന്ത്യയുടെ ഉസ്മാൻ താരിഖ് എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് ഇവന്റെ ബോളിങ് കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരും. സത്യമായിട്ട് ദേഷ്യം വരും. അവൻ എന്തുപാടെ എറിയത്, ഇത്ര വേരിയേഷൻ ആണ്. കൈ അങ്ങ് വെച്ച് വെച്ചെറിയും, പിന്നെ ഇവിടെ വെച്ചെറിയും, പിന്നെ റൗണ്ട് ബോൾ എറിയും. ഏതൊക്കെ രീതിയിൽ അറിയുന്നത് സമ്മതിക്കണം കേട്ടോ. അവൻ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. കീപ്പർമാരും ബാറ്റ്സ്മാന്മാരും ഇവൻ എറിയുമ്പോൾ പിടിപെടും എന്നുള്ളതാണ്. അജിത് ശർമ്മയ്ക്ക് എങ്ങനെയൊക്കെയോ ആണ് പിടിക്കുന്നത്. അവന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവന്റെ ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഓടി വന്നിട്ട് ഏത് രീതിയിൽ എറിയുന്നതെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ പയ്യെ എറിയും, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എറിയും, അല്ലെങ്കിൽ ബൗൺസർ എറിഞ്ഞു കളയും. 4 ഓവറിൽ 26 റണ്ണ് എങ്ങനെ അടിച്ചോളൂ ഇത്രയും ഹൈ സ്കോറിംഗ് മാച്ച് ആയിട്ടും. 4 ചോക്ക്. പക്ഷെ കൊള്ളാം കേട്ടോ പുള്ളിയുടെ ഒരു സംഭവം. ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ദേഷ്യം വരുമെങ്കിലും ഇത്രയും കാലന്മാർ ഈ ബോളർമാർക്ക് ഒരു വിലയും കൊടുക്കാതെ ഇട്ട് അടിക്കുന്ന അടി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് എറിഞ്ഞു കഴിഞ്ഞാലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നീ എറണാകുളത്തെ. ആൻഡ് മൊത്തത്തിൽ ഇന്ന് ഒരു തൃശ്ശൂർ പൂരം മാച്ച് ആയിരുന്നു. 250 റണ്ണ് RCB എടുത്തു, 212 റണ്ണ് മുംബൈ അടിച്ചു. ആൻഡ് ഫൈനലി പക്ഷെ RCBയുടെ കൂടെ ആയിരുന്നു വിജയം. ആൻഡ് ഈ കളി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും സച്ചിനും കൂടെ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു മൊമെന്റ്. അത് സച്ചിൻ വിരാട് കോഹ്ലിയുടെ ഏതൊക്കെ തട്ടി സുഖമാണോടാ മോനെ, കുഴപ്പമൊന്നുമുണ്ടോ എന്താണെന്ന് ചോദിച്ചത്. അത് ഭയങ്കര ഒരു രസമായിരുന്നു. 2 കാലഘട്ടത്തിലെ സ്റ്റാർസ്. ആൻഡ് ഇത്രയാണ് ഗൈസ് ഇന്നത്തെ മാച്ചിനെ പറ്റി പറയാനുള്ളത്. രോഹിത് ശർമ്മ അടുത്ത കളി കളിക്കുമെന്ന് അറിയത്തില്ല. വിരാട് കോഹ്ലി കളി, അത് പറയാം. കൂടുതലൊന്നും പറയുന്നില്ല. വേറെ വരാം. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.